എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം പഴങ്കഥയാക്കിക്കൊണ്ട് നാളെ മുതലാണ് ശരിക്കും IPLൻ്റെ വാശിയേറിയ പോരാട്ടങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്താൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുവരെ കണ്ടതെല്ലാം പഴങ്കഥയാകാൻ പോവുകയാണ്. നാളെ മുതൽ ശരിക്കും ത്രില്ലർ പോരാട്ടങ്ങളാണ് ഇനിയൊരു ഒരാഴ്ച നമ്മുടെ മുൻപിലേക്ക് എത്താൻ പോകുന്നത്. IPL 2024 റൈവൽറി വീക്കിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആദ്യ റൈവൽറി വീക്ക് ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 14 വരെ. സോ ആദ്യ റൈവൽറി വീക്കിന് ഏറ്റവും യോജിച്ച മത്സരം തന്നെയാണ് നാളെ ഫിക്സ്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ് നേരിടുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ. ഇവർ തമ്മിൽ എന്താണ് റൈവൽറി എന്ന് പലർക്കും സംശയം തോന്നുന്നു. അതിലൊന്ന് ധോണി വേഴ്സസ് ഗംഭീർ. ഇന്ത്യൻ ക്രിക്കറ്റിൽ രണ്ട് ഇതിഹാസ താരങ്ങൾ മെൻറ്ററായും പ്ലെയറായും നേതൃത്വം നൽകുന്ന രണ്ട് ടീമുകൾ. ഒപ്പം 2021 IPLൻ്റെ കലാശ പോരാട്ടത്തിൽ മുഖാമുഖം വന്ന രണ്ട് ടീമുകൾ. അട്ടിമറിയിലൂടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കി വന്ന ശ്രേയസ് അയ്യരുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. പക്ഷേ അന്ന് ചെന്നൈയോട് തോൽക്കാനായിരുന്നു വിധി. സോ അതിൻ്റെ എല്ലാം കടം തീർക്കാൻ KKR ഇറങ്ങുമ്പോൾ, മാരക ഫോമിലുള്ള KKR ഇറങ്ങുമ്പോൾ ആദ്യം മികച്ച രീതിയിൽ തന്നെ സീസൺ തുടക്കം കുറിച്ചു. പിന്നെ പാതി വഴിയിലെങ്ങും നഷ്ടപ്പെട്ട വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ പാടുപെടുന്ന ചെന്നൈ സൂപ്പർ കിങ്സ്. ക്ലാഷ് ഓഫ് ടൈറ്റൻസ്. അപ്പോൾ നാളെ ഏപ്രിൽ 8 CSK വേഴ്സസ് KKR സ്റ്റൈലിഷ് പോരാട്ടമാണ്. ചെപ്പോക്കിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹൃദയഭൂമിയായ ചെപ്പോക്കിൽ CSK നേരിടുകയാണ് KKRനെ. സീസണിലെ ആദ്യ 2 മത്സരങ്ങളും വിജയിച്ചു. പിന്നീട് നടന്ന 2 മത്സരങ്ങളിൽ പരാജയം അറിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സ് കളിച്ച 3 മത്സരങ്ങളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയിച്ച അപരാജിത കുതിപ്പ് തുടരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. വാശിയേറിയ പോരാട്ടം തന്നെയാണ്, തീവാറും പോരാട്ടം തന്നെയാണ് ചെപ്പോക്കിൽ കാണാൻ പോകുന്നത്. ഒപ്പം നമുക്കറിയാം, പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ചെപ്പോക്കിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. സ്പിന്നർമാർക്ക് അല്പം കാര്യമായ മുൻതൂക്കം ഉള്ളൊരു പിച്ച് തന്നെയാണ്. ഇരു ടീമുകളിലും കാര്യമായ നിലവാരത്തിലുള്ള മികച്ച സ്പിന്നർമാരുണ്ട്. ഇപ്പോൾ ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ മതീഷ പതിരനുണ്ട്, രവീന്ദ്ര ജഡേജ ഉണ്ട്, ഇതുവരെ സ്റ്റാർട്ട് ലഭിക്കാത്ത മിച്ചൽ സാറ്റ്നറുണ്ട്. KKRലേക്ക് വരികയാണെങ്കിൽ സുനിൽ നരൈൻ, അതുപോലെ വരുൺ ചക്രവർത്തി, സുയാഷ് ശർമ്മ, അങ്ങനെ സ്പിന്നർമാരുടെ നിര തന്നെയുണ്ട്. ഒപ്പം ബാറ്റിങ്ങിനും കാര്യമായ പേരുകേട്ട പിച്ച് തന്നെയാണ് ചെപ്പോക്കിൽ. ഇത് നമുക്കറിയാം, വെടിക്കെട്ട് ബാറ്റർമാരുടെ ഒരു അകമ്പടിയുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് ചെന്നൈയും KKRും. ഒപ്പം ശ്രേയസ് അയ്യർ നേതൃത്വം നൽകുന്ന ചെന്നൈ, യുവതാരമായ ഋതുരാജ് ഗെയ്ക്വാദ് നേതൃത്വം നൽകുന്ന ചെന്നൈ സൂപ്പർ കിങ്സും ശ്രേയസ് അയ്യർ നേതൃത്വം നൽകുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുഖാമുഖം വരുമ്പോൾ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.